സമുദ്ര താപനിലയിലെ വർധനവ് തീവ്ര ചുഴലിക്കാറ്റുകൾക്ക് കാരണമാകുമെന്ന് പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയറോളജിയുടെ പഠന റിപ്പോർട്ട് ശക്തമായ കാറ്റുകൾ അതിവേഗത്തിൽ അതിതീവ്ര ചുഴലിക്കാറ്റുകളായി മാറുമെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറബിക്കടലിലെയും അതിതീവ്ര ചുഴലിക്കാറ്റുകൾക്ക് കാരണം ഈ താപവർധനവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഏറ്റവും അധികം ചൂടുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അറബിക്കടലിലും സമാന സാഹചര്യമാണ് ഉള്ളത്. ശക്തിയേറിയ ചുഴലിക്കാറ്റുകൾ വരും വർഷങ്ങളിലും രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും പഠനത്തിൽ പറയുന്നു. ആഗോളതാപനത്തിന്റെ അനന്തരഫലങ്ങൾ സമുദ്ര താപനിലയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ചുഴലിക്കാറ്റുകൾ അവയുടെ ഊർജം വലിച്ചെടുക്കുന്നത് സമുദ്രങ്ങളിൽ നിന്നാണ്. കാലാവസ്ഥ വ്യതിയാനവും കാർബൺ പുറന്തള്ളുന്നതും സമുദ്രങ്ങളിൽ ചൂട് വർദ്ധിക്കാൻ കാരണമാകുന്നു. ചുഴലിക്കാറ്റുകൾ കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന പ്രതിഭാസവും പഠന വിഷയമായി. 4 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് സാധാരണ ചുഴലിക്കാറ്റുകളുടെ ദൈർഘ്യമെങ്കിൽ ഫാനി ചുഴലിക്കാറ്റിന്റെ ദൈർഘ്യം 8 ദിവസം നീണ്ടുനിന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ വേഗത കൈവരിക്കുന്ന ചുഴലിക്കാറ്റുകളെ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുക എന്നത് വെല്ലുവിളിയാണെന്നും പഠനത്തിൽ പറയുന്നു.